ഹായ് നമസ്കാരം. ഇന്ന് നമുക്ക് ഉന്നക്കായയുടെ രുചിയിൽ വെറൈറ്റി ആയിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാം കേട്ടോ. നല്ല സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഇതിന് വേണ്ടി മിക്സിയുടെ ജാറിലോട്ടേക്ക് നല്ല പഴുത്ത മധുരമുള്ള നേന്ത്രപ്പഴം, ഒരു ചെറിയ നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര, അതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു 2 പിഞ്ച് ഉപ്പ്, അതുപോലെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1-2 ഏലക്കയുടെ കുരു കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം നമ്മളിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നേന്ത്രപ്പഴത്തിൻ്റെ പീസസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മളൊന്ന് അരച്ചെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തുടങ്ങി ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ മൈദയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ മൈദ ഒന്ന് നോക്കി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ ഒരു പാകം നോക്കാം. ഇതിപ്പോൾ അത്യാവശ്യം കട്ടിയായിട്ടുള്ളൊരു മാവായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത്ര കുറുകിയിരിക്കാൻ പാടില്ല മാവ്, അതുപോലെ ഒത്തിരി അങ്ങ് ലൂസായി പോകാനും പാടില്ല. അപ്പോൾ ഇതിലോട്ടേക്ക് നല്ല കട്ടി തോന്നുന്നുണ്ടെങ്കിൽ പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പാൽ ഒഴിക്കുമ്പോഴാണ് ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരു 3-4 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ചായിട്ട് ഒഴിച്ചെടുത്തിട്ട് വേണം ബാറ്റർ മിക്സ് ചെയ്തെടുക്കാൻ. നമ്മളിങ്ങനെ മിക്സ് ചെയ്ത മാവിനകത്ത് ചെറിയ പഴത്തിൻ്റെ പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കിയെടുക്കാം. ഇതിന് വേണ്ടി ഒരു ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1-2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഉന്നക്കായയുടെ ഫില്ലിങ്സ് തന്നെയാണ് ഇതിനകത്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഉണക്കമുന്തിരിയും കുറച്ച് കശുവണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നെയ്യിൽ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നമ്മുടെ ഈ ഒരു നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു ദോശക്കും ശരിക്കും നമ്മുടെ ഉന്നക്കായ കഴിക്കുന്നതിൻ്റെ ആ ഒരു ഫ്ലേവറായിരിക്കും നിങ്ങൾ കഴിക്കുന്ന സമയത്ത്. ഇനി ഇതിലോട്ടേക്ക് ഞാനൊരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 3-4 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരിത്തിരി ഏലക്കപ്പൊടി, അതുപോലെ തന്നെ ഒരു 2 പിഞ്ച് ഉപ്പ് ഇതിലോട്ടേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടിനകത്ത് നമ്മൾ കുറച്ച് പഞ്ചസാര വെച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മധുരം കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഫില്ലിങ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലോ സാധാരണ ഒരു പ്ലാസ്റ്റിക് കവറിനകത്തോ അല്ലെങ്കിൽ ബോട്ടിലിനകത്തോട്ട് മാവ് ഒഴിച്ചിട്ട് അടപ്പിന് ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടോ നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ്. പൈപ്പിംഗ് ബാഗിനകത്തോട്ടേക്ക് ആക്കുക, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിനകത്തോട്ടേക്ക് ആക്കി ഇതിൻ്റെ ടിപ്പ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒഴിക്കാത്ത സമയത്ത് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ ഗ്ലാസ്സിനകത്തോട്ടേക്ക് അങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതായത് നമ്മൾ ഒരു തവണ ചുറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇതുപോലെ മടക്കുക, ഗ്ലാസ്സിനകത്തോട്ടേക്ക് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. കുറച്ച് നെയ്യ് തൂക്കി കൊടുക്കാം പാനിനകത്തോട്ടേക്ക്. അതിനുശേഷം ഇതുപോലെ അങ്ങ് പെട്ടെന്ന് അങ്ങ് ചുറ്റിച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് കുറച്ച് അതിൻ്റെ മുകളിലൂടെ വരുന്ന രീതിയിലോട്ട് തന്നെ ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് കുറഞ്ഞ സെക്കൻഡിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. ഇനി നമുക്കിതിനകത്തോട്ടേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മടക്കിയെടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മടക്കിയെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ നെറ്റ് പോലെ ഉള്ളത് കൊണ്ട് തന്നെ ഒന്ന് കുറച്ച് കട്ടിയ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. കുട്ടികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ തിന്ന് തീർക്കും. അത്രയധികം നല്ല ടേസ്റ്റിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, റെസിപ്പി ഇഷ്ടപ്പെടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.